നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിക്കുളത്തെ ഓയിൽ മില്ലിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം, 10 പേർക്ക് പരിക്ക്. CP അഗ്രികൾച്ചർ ഫാം, CP ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ തരിശുഭൂമിയിൽ കൃഷി ഇറക്കലിന്റെയും ഹൈബ്രിഡ് പച്ചക്കറി തൈ നടിൽ ഉദ്ഘാടനവും 7-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് നടക്കും. ദേശീയപാത 66-ൽ കയ്പമംഗലത്തെ പ്രധാന ജംഗ്ഷനായ കൊപ്രക്കുളത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യത്തിലേക്ക്. ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. തളിക്കുളത്തെ ഓയിൽ മില്ലിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. തളിക്കുളം പത്താങ്കല്ലിൽ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സാലി ഓയിൽ ഫ്ലവർ മില്ലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 7:45ഓടെയായിരുന്നു സംഭവം. തീപിടുത്തത്തിൽ മെഷീനറികൾ, 4000 ലിറ്ററോളം വെളിച്ചെണ്ണ, കൊപ്ര, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവം അറിഞ്ഞ് തൃപ്പയാറിൽ നിന്ന് 2 യൂണിറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ മില്ലുടമയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം, 10 പേർക്ക് പരിക്ക്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ താഴത്തെ പെട്രോൾ പമ്പിനടുത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങൾ ഇടിച്ച് അപകടം, 10 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട 2 സ്ത്രീകൾ മരിച്ചു. അപകടത്തെ തുടർന്ന് മലങ്കര ആശുപത്രിയിലും ദയ റോയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ച 2 പേരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ അമല ആശുപത്രിയിലേക്കും ഒരാളെ അപ്പോളോ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടം ഉണ്ടായത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളിലും ഇടിച്ച് സമീപത്തെ വീടിന്റെ മതിൽ തകർത്ത് കയറി നിൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ മലങ്കര ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. CP അഗ്രികൾച്ചർ ഫാം, CP ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ തരിശുഭൂമിയിൽ കൃഷി ഇറക്കലിന്റെയും ഹൈബ്രിഡ് പച്ചക്കറി തൈ നടിൽ ഉദ്ഘാടനവും 7-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് നടക്കും. വലപ്പാട് CP ജംഗ്ഷനിലെ CP അഗ്രികൾച്ചർ ഫാമിൽ നടക്കുന്ന പരിപാടി കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കിയതിന് കൃഷി വകുപ്പ് മന്ത്രി CP ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാൽഹിനെ ഔദ്യോഗികമായി ആദരിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും പരിപാടിയോടനുബന്ധിച്ച് രാവിലെ 11 മണിക്ക് കാർഷിക സെമിനാർ ഉണ്ടായിരിക്കുമെന്നും തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ സ്വാഗത സംഘത്തിനു വേണ്ടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ, CP കർഷക സംഘം സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ, CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ EK ഗോപിനാഥൻ തുടങ്ങിയവർ അറിയിച്ചു. ദേശീയപാത 66-ൽ കയ്പമംഗലത്തെ പ്രധാന ജംഗ്ഷനായ കൊപ്രക്കുളത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യത്തിലേക്ക്. ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വർഷങ്ങളായി പ്രദേശവാസികളും ജനപ്രതിനിധികളും സമരസമിതിയും ഉന്നയിച്ചിരുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ അനുകൂലമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സ്ഥലപരിമിതി കണക്കിലെടുത്ത് 1.5 മീറ്റർ വീതിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന ആവശ്യം കയ്പമംഗലം ഗ്രാമപഞ്ചായത്തും സമരസമിതി പൊതുപ്രവർത്തകരും ചേർന്ന് ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ബെന്നി ബഹനാൻ MP ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് DC ജനറൽ സെക്രട്ടറി CJ പോൾസന്റെ നേതൃത്വത്തിൽ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തുകയും കയ്പമംഗലം പഞ്ചായത്തിൽ ദേശീയപാതയിലെ എൻട്രി എക്സിറ്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊപ്പം കൊപ്രക്കുളത്തെ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ആവശ്യകതയും വിശദമായി അവതരിപ്പിച്ചു. ഇതേ തുടർന്ന് ദേശീയപാത ലൈസൺ ഓഫീസർ KB ബാബുവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൊപ്രക്കുളത്ത് 1.5 മീറ്റർ വീതിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ
വ്യാഴാഴ്ച NH ലൈസൺ ഓഫീസർ KB ബാബു, ശിവാലയ പ്രതിനിധി ഷിബു P സിദ്ദിഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കൊപ്രക്കളം സെന്ററിന് വടക്കുഭാഗത്തായിട്ടാണ് ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം നസീമ പുതിയ വീട്ടിൽ, പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ, CJ ജോഷി, അബ്ദുൽ ഗഫൂർ പുതിയ വീട്ടിൽ, അബ്ബാസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. നീർനായ ശല്യം രൂക്ഷമായ മതിലകം പഞ്ചായത്തിലെ കഴിവിലങ്ങ് പ്രദേശത്തെ മത്സ്യ കർഷകർക്ക് ആശ്വാസമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുളത്തിൽ കൂടുകൾ സ്ഥാപിച്ചു. പ്രദേശത്തെ നിരവധി കുളങ്ങളിലും തോടുകളിലും നീർനായകൾ കൂട്ടമായി എത്തി വളർത്തുമത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്നതായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കഴിവിലങ്ങ് മേഖലയിൽ പല മത്സ്യകൃഷിക്കുളങ്ങളിലും നീർനായകളുടെ ആക്രമണം ശക്തമായിരുന്നു. കഴിവിലങ്ങ് സ്വദേശി മണക്കാട് പാർത്ഥസാരഥിയുടെ മത്സ്യകൃഷി നടത്തുന്ന കുളങ്ങളിലും നീർനായകൾ സ്ഥിരമായി എത്തി മത്സ്യങ്ങളെ ഭക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പാർത്ഥസാരഥി വനം വകുപ്പിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് ഉദ്യോഗസ്ഥർ സജിയുടെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമായി നീർനായ്ക്കളെ പിടിക്കുന്നതിനായാണ് കഴിവിലങ്ങിലെ വിവിധ കുളങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചത്. കൂടുകളിൽ നീർനായകൾ കുടുങ്ങുന്ന മുറയ്ക്ക് അവയെ സുരക്ഷിതമായി പിടികൂടി അനുയോജ്യമായ വനമേഖലയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മതിലകം ബാബുട്ടി മുസ്ലിയാരുടെ 54ാമത് ആണ്ട് നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടത്തി. രാവിലെ മൗലിദ് പാരായണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. വൈകിട്ട് 4 മണിക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പടിയുടെ നേതൃത്വത്തിൽ ഖത്തം ദുആ നടന്നതോടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. ജാറം ഭാരവാഹികളായ KS സെയ്ദ് മുഹമ്മദ്, MH അബ്ദുൽ ഖാദർ, AY മുഹമ്മദ് റംസാൻ, MS ഈസ, KS ശിഹാബുദ്ദീൻ, RK മുസ്തഫ, RM ഷിഹാബ്, ഇസഹാഖ് ദാരിമി, KS മുഹമ്മദ്, MY ഹുസൈൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരിഞ്ഞനത്തെ കുടുംബശ്രീയുടെ വായ്പാ വിതരണവും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അയൽക്കൂട്ടങ്ങൾക്ക് അനുവദിച്ച വായ്പകളുടെയും മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകർക്ക് CIF വായ്പകളുടെയും വിതരണം പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഇതോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ കീഴിലുള്ള യൂണിറ്റുകളിലെ അംഗങ്ങൾ ഒരുക്കിയ കർക്കിടക വിഭവങ്ങളുടെ ഫുഡ് ഫെസ്റ്റും പോഷകാഹാര പ്രദർശനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ നിമിഷ ജോബിജ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക് മുഖ്യാതിഥിയായിരുന്നു. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ തൃശൂർ ഡിവിഷൻ മാനേജർ PN വേണുഗോപാൽ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA കരീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സന്തോഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥൻ തെക്കൂട്ട്, ജില്ലാ മിഷൻ DPM അജിഷ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി K എന്നിവർ സംസാരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുടുംബശ്രീ സംവിധാനം 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ 3 പതിറ്റാണ്ടിനകത്ത് കുടുംബശ്രീ സംവിധാനത്തിലൂടെ സാമൂഹികമായ മുന്നേറ്റത്തിന്, സാമ്പത്തികമായ മുന്നേറ്റത്തിന്, ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശേഷി സമാഹരിക്കാൻ നമ്മുടെ നാട്ടിൻപുറത്തെ വനിതകൾക്ക്, സ്ത്രീകൾക്ക് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. പക്ഷേ നമ്മളെന്താണോ വിഭാവനം ചെയ്തത്, ആ വിഭാവനം ചെയ്ത സാധ്യതകൾക്കനുസരിച്ച് നമ്മൾ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഗൗരവമായിട്ട് നടത്തുന്നതിൽ വേണ്ടത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. മാളിയേക്കൽ പോളിന്റെ കടയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പുലർച്ചെ 3 മണിയോടെയാണ് കാട്ടാന കട തകർത്തത്. കടയിലുണ്ടായിരുന്ന പഴക്കുല ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിച്ചാണ് ആന മടങ്ങിയത്. കടയുടെ ഷട്ടർ തകർത്താണ് പഴക്കുല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആന എടുത്തുകൊണ്ടുപോയത്. നാട്ടികയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും അസ്ഥി സാന്ദ്രതാ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാട്ടിക കുടുംബശ്രീയും നാട്ടിക ആയുർവേദ ഡിസ്പെൻസറിയും നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സഹകരിച്ച് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 1, 2, 3, 12, 14, 15 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും നാട്ടിക പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും അസ്ഥി സാന്ദ്രത നിർണായക വർഷകാല ആയുർവേദ ചര്യ ക്യാമ്പും സംഘടിപ്പിച്ചു. നാട്ടിക ഷൗക്കത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാലു TR അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്,
മെമ്പർമാരായ സിന്ധു സിദ്ധപ്രസാദ്, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി നിതിൻ, CDS ചെയർപേഴ്സൺ രാജി രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ KS കിഷോർ പകർച്ചവ്യാധി പ്രതിരോധത്തെക്കുറിച്ച് ക്ലാസ് നടത്തി. എഴുത്തിരുത്തി NHM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹേമ മാലിനി അസ്ഥിസാന്ദ്രത നിർണയം, വർഷക്കാല ആയുർവേദചര്യ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ ആരതി, ഡോക്ടർ ലാലു, ഡോക്ടർ ജ്യോതിലക്ഷ്മി എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ JHI ഫസീല, സിസ്റ്റർമാരായ ലേഖ, ജിസ്മി, ഭാഗ്യ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. പോലെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും കൂടിയുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. നമ്മുടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഒരു കാലമാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലങ്ങളിൽ കൂടുതൽ വെള്ളത്തിലിറങ്ങിയും അതുപോലെ തന്നെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ കൂടുതലുള്ള സമയമാണ്. അപ്പം നമ്മളുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ക്യാമ്പും മരുന്നുകളും ഒക്കെ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ അസ്ഥി സാന്ദ്രത അളക്കുന്ന ഒരു ടെസ്റ്റും കൂടി ഇവിടെ നടത്തുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തുമ്പോഴും നമ്മൾക്ക് ഭയങ്കര അസ്ഥിക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് 30 വയസ്സ് 40 വയസ്സ് ആ റേഞ്ച് തൊട്ടേ തുടങ്ങുമെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെയും നിങ്ങൾക്കും ആ രോഗനിർണയം നടത്തുന്നുണ്ട്. അതുപോലെ നല്ലൊരു ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, 3 ഡോക്ടർമാർ വന്നിട്ടുണ്ട്. അവരും നമ്മൾക്ക് ക്ലാസ്സുകളൊക്കെ പറഞ്ഞു. എത്ര ക്ലാസ് കേട്ടാലും നമ്മൾ അനുസരണശീലം കുറച്ച് കുറവാണല്ലോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനെതിരെ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും നമ്മളുടെ മനസ്സിലൊരു പേടി ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ അത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ ജീവിതം അതുമായി, ഇപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മൾ അവരോട് പറയും അധികം ചെളിയിലൊക്കെ പോകുമ്പോൾ കൂട്ടിടണം, അല്ലെങ്കിൽ അതിൻ്റെതായ ഗുളിക കഴിക്കണം, എലിപ്പനിക്കുള്ള ഗുളിക കഴിക്കണം എന്നൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും ചിലപ്പോൾ അനുസരിക്കും, ചിലരനുസരിക്കില്ല. നമ്മളെപ്പോഴും നമ്മളുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് വേണം ഏതൊരു കാര്യത്തിനായി ഇറങ്ങാനായിട്ട്. ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാടിന്റെ തന്നെ മാലിന്യ സംസ്കരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നവരാ. പക്ഷെ അവരുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഈ ക്യാമ്പ് തരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സാങ്കേതിക മേള ടെക്സ് ഫ്ലോർ 2026 സമാപിച്ചു. വിദ്യാർത്ഥികളിലെ അന്തർലീനമായ ശാസ്ത്ര സാങ്കേതിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭാവിയിലെ മികച്ച സാങ്കേതിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി സംഘടിപ്പിച്ച 8ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ടെക്സ് ഫ്ലോർ 2026 തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് കോളേജ് ഓഫ് ആർട്സിലെ ആർട്ട് ഹിസ്റ്ററി വിഭാഗം മേധാവി ഡോക്ടർ കവിത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് P. ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ഹെഡ് VG ജോജോ, സീനിയർ HSSA NV സുമ, ടെക് ഫെസ്റ്റ് കൺവീനർ KA പ്രിയ, PR വീണ എന്നിവർ പ്രസംഗിച്ചു. മേളയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ നവനീയമായ കണ്ടുപിടുത്തങ്ങളും പ്രൊജക്ടുകളും അവതരിപ്പിച്ചു. പ്രധാന പ്രൊജക്ടുകളായി ഓട്ടോമൊബൈൽ പാർട്സ് ഐഡന്റിഫയർ, ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് ടെക്നോളജി,
സ്മാർട്ട് ഹോം ബ്ലൂടൂത്ത് സ്പീക്കർ മേക്കിംഗ്, എയർ പൊല്യൂഷൻ ക്ലീൻ, ആർഡിനോ ഡസ്റ്റ്ബിൻ, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, മാർക്ക് ഫ്ലൈങ് സ്റ്റിക്ക്, വാട്ടർ ഡിസ്പെൻസർ, ജിയോമെട്രിക് സോളിഡ്, വാട്ടർ റോക്കറ്റ് മോഡൽ, പൈത്തഗോറസ് തിയറം മോഡൽ, ത്രെഡ് പാറ്റേൺ, എ അസിസ്റ്റന്റ്, ഫ്ലോട്ടിംഗ് കാർബൺ സിറ്റി മോഡൽ, KSRTC ബസ് മോഡൽ തുടങ്ങിയവ എവിടെയും ശ്രദ്ധയാകർഷിച്ചു. മേളയുടെ ഭാഗമായി സോഷ്യൽ സയൻസ് ടീച്ചർ PP പ്രസന്നകുമാരിയുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ച അപൂർവ ശേഖരങ്ങളുടെ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. 1970 മുതലുള്ള പൂമ്പാറ്റ, ബാലരമ, മലയാള മനോരമ, വനിത തുടങ്ങിയ പ്രമുഖ മാഗസീനുകളും ആഴ്ചപ്പതിപ്പുകളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ ഇന്ത്യ റിസർവ് ബാങ്കും ഭാരത സർക്കാരും പുറത്തിറക്കിയ അപൂർവ സ്മാരക നാണയങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. 2017 മുതൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ചിന്റെ നേതൃത്വത്തിൽ പരിഷ്കരിച്ച മാനുവൽ പ്രകാരമാണ് മേളകൾ സംഘടിപ്പിക്കുന്നത്. IT, ഗണിതം തുടങ്ങിയ വിവിധ മേഖലകളിൽ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് പുതുക്കിയ നിയമാവലികളോട് ഇത്തവണ മത്സരങ്ങൾ ക്രമീകരിച്ചത്. കുട്ടികളിലെ ശാസ്ത്രീയ ചിന്താഗതിയും സാങ്കേതിക മികവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന് ഉപകാരപ്രദമായ പുതിയ ആശയങ്ങൾ ഉയർന്നു വരാൻ ഇത്തരം മേളകൾ സഹായിക്കുമെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ കോൾപ്പാട മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ചാഴൂർ, പാർളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളാണ് വെള്ളം നിറഞ്ഞ് കരപ്രദേശത്തേക്ക് വെള്ളം കയറുന്ന നിലയിലായിരിക്കുന്നത്. ഈ മേഖലയുടെ അധികജലം ഒഴുകിപ്പോകുന്ന പുത്തൻതോട്, ഇറിഗേഷൻ മെയിൻ കനാൽ തുടങ്ങിയവ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ സ്ഥിതിയിലാണ്. ഇതുമൂലം തോടുകളിലൂടെയുള്ള ഒഴുക്ക് നിലച്ചതും മത്സ്യകൃഷിക്കായി പല പടവുകളും കഴകളും സ്ലൂയിസുകളും ഇപ്പോഴും അടച്ചിട്ട നിലയിൽ തുടരുന്നതുമൂലം പാടത്ത് നിറഞ്ഞ വെള്ളം പ്രദേശത്തെ വീടുകളിലേക്കും കയറി തുടങ്ങിയിരിക്കുകയാണ്. തോടുകളിലെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യേണ്ട ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ഫണ്ടില്ലെന്ന ന്യായം പറഞ്ഞ് ഫലപ്രദമായ നടപടി സ്വീകരിക്കാതിരിക്കുന്നതൊക്കെയാണ് ആക്ഷേപം ഉയരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് നിരവധി വീടുകളിൽ വെള്ളത്തിൽ ആവുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വെള്ളാങ്കല്ലൂരിൽ മീൻ പിടിക്കാനായി പോയ യുവാവ് തോട്ടിൽ വീണു മരിച്ചു. വെള്ളാങ്കല്ലൂർ വള്ളിവട്ടം അമരിപ്പാടം കപ്പളയ്ക്ക് സമീപമുള്ള തോട്ടിൽ മീൻ പിടിക്കാൻ പോയ വള്ളിവട്ടം പൂവത്തുംകടവ് വയനമ്പാട്ട് വീട്ടിൽ 38 വയസ്സുള്ള സുമൻ എന്ന സുമേഷാണ് മരിച്ചത്. ഏറെ സമയം കഴിഞ്ഞ് കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് സുമേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂരിൽ ജ്യൂസ് കടയിൽ മോഷണം. തൈക്കാട് അവിൽ പ്രോയിലാണ് മോഷണം നടന്നത്. രാവിലെ ജോലിക്കാർ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ ചില്ലുവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 14,670 രൂപയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. മോഷ്ടാക്കളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖം മറച്ചതിനാൽ ആളെ തിരിച്ചറിയാനായിട്ടില്ല. ഒരാൾ അകത്ത് കയറുന്നതും ഒരാൾ പുറത്ത് കാവൽ നിൽക്കുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഫാമിലി ബേക്കറിയിൽ മോഷണം. പുലർച്ചെ 1:30യോടെയാണ് സംഭവം. സ്ഥാപനത്തിന് മുൻവശത്തെ ഇരുമ്പു വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. 1,500 രൂപയും മിനറൽ വാട്ടർ കുപ്പികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാവറട്ടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീടും ക്ഷേത്രവും തകർന്നു. മരുതയൂർ 16-ാം വാർഡ് മുല്ലക്കത്തറ വീട്ടിൽ ഓമനയുടെ വീടും കുടുംബക്ഷേത്രവുമാണ് തകർന്നത്. 40 അടിയോളം ഉയരവും 40 വർഷത്തിലധികം പഴക്കവുമുള്ള ഇത്തിമരമാണ് ക്ഷേത്രത്തിന് മുകളിലേക്ക് വീണത്. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും കൽവിളക്കും തകർന്ന നിലയിലാണ്. 10 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായതായി പറയുന്നു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. തൃശൂർ ചെറുതുരുത്തിയിൽ നൃത്ത അധ്യാപികയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ബിജീഷ് തേനിപ്പാലം പോലീസിൽ കീഴടങ്ങി. മലപ്പുറം സ്വദേശിനി 56 വയസ്സുള്ള ധനലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ചെറുതുരുത്തി ഹന്ന റെസിഡൻസിയിലാണ് സംഭവം നടന്നത്. ചൊവ്വാഴ്ചയാണ് ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തത്. തേനിപ്പാലം പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് ലോഡ്ജിൽ പരിശോധന നടത്തി. ധനലക്ഷ്മി വിവാഹത്തിന് നിർബന്ധിച്ചതാണ് കൊലപാതകത്തിന് കാരണമായത്. മാവാക്കര കാച്ചക്കടവിൽ കാർ മണലിപ്പുഴയിലേക്ക് മറിഞ്ഞു. അഗ്നിശമന സേനയുടെ സ്കൂബ ടീം 5.5 മണിക്കൂറോളം തിരഞ്ഞിട്ടും കാർ കണ്ടെത്താനായില്ല. ബുധനാഴ്ച പുലർച്ചെയാണ് ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി തീരാൻ ഓടിച്ചിരുന്ന കാർ പുഴയിലേക്ക് മറിഞ്ഞത്. വളവുള്ള ഭാഗത്ത് നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ഡോറിന്റെ ചില്ല് താഴ്ത്തിയിട്ടത് മൂലം പുഴയിലേക്ക് മറിഞ്ഞ ഉടൻ സിനാൻ ചാടി രക്ഷപ്പെട്ടു. ആലുവേലി കോളേജിൽ LLB പഠിക്കുന്ന സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. പുറകിൽ വന്ന കാർ യാത്രക്കാർ സമീപത്തെ വീട്ടിൽ നിന്ന് കയർ കൊണ്ടുവന്ന് കാർ കെട്ടിവലിക്കാൻ ശ്രമിച്ചെങ്കിലും കാർ ഒഴുകി പോവുകയായിരുന്നു. പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട് പെൺവേഷം ധരിച്ച് ഗുരുവായൂരിലെത്തിയ 5-അംഗ സംഘത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊടുപുഴ മുട്ടം സ്വദേശികളായ ഒറ്റപ്ലാക്കൽ ആദർശ്, ചോല മറ്റത്തിൽ പ്രസാദ്, തൈപ്പറമ്പിൽ ബിനിൻ, തേങ്ങിൽ ഹാഷിൻ, കാരക്കുന്നിൽ സ്റ്റീഫൻ എന്നിവരെയാണ് SHO വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 16 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക ഗൂഢാലോചന പുറത്തുവന്നത്. തൃശൂരിൽ സ്പായിൽ ജോലി ചെയ്യുന്ന തൊടുപുഴ സ്വദേശിനിയായ യുവതിയെയാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത്. സൗഹൃദ ബന്ധത്തിൽ നിന്നും യുവതി പിന്മാറിയതാണ് കൊലപാതക പദ്ധതിക്ക് പിന്നിലെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. യുവതിയെ പിന്നീട് പോലീസ് കണ്ടെത്തി സുരക്ഷിതമായി നാട്ടിലേക്ക് അയച്ചു.
മുരിങ്ങൂർ കോട്ടപ്പുറത്ത് പണം വെച്ച് ചീട്ട് കളിച്ച 8-അംഗ സംഘത്തെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 57,150 രൂപ കസ്റ്റഡിയിലെടുത്തു. കടപ്പുറത്തുള്ള വീടിനകത്ത് വെച്ച് പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന സംഘമാണ് പിടിയിലായത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ N. ഹബീബുള്ള, സബ് ഇൻസ്പെക്ടർമാരായ അരുൺകുമാർ, S. സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഗുരുവായൂരിൽ വീട്ടമ്മയ്ക്ക് വളർത്തുനായയുടെ കടിയേറ്റു. ബ്രഹ്മകുളം ഗ്രൗണ്ട് റോഡിൽ കാളിയത്തിൽ കേശവന്റെ ഭാര്യ പ്രീതിക്കാണ് നായയുടെ കടിയേറ്റത്. കെട്ടിയിട്ട് നായയ്ക്ക് ഭക്ഷണം നൽകാൻ എത്തിയതായിരുന്നു പ്രീത. ഈ സമയം നായ കയർ പൊട്ടിച്ച് പ്രീതിയെ കടിക്കുകയായിരുന്നു. തുടർന്ന് റോഡിലേക്ക് ഓടിപ്പോയ നായ നിരവധി വളർത്തുമൃഗങ്ങളെയും ആളുകളെയും ആക്രമിക്കാൻ ശ്രമിച്ചു. വാർഡ് കൗൺസിലർ ജോയ് ചെറിയാൻ നേതൃത്വത്തിലുള്ള നാട്ടുകാരും സിവിൽ ഡിഫൻസ് വാളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരും ചേർന്ന് നായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. കുന്നംകുളം കടിയാമ്പാലയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാണിയമ്പാല സ്വദേശി മോഹനന്റെ ഭാര്യ 44 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളത്തെ ഓയിൽ മില്ലിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 5 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം, 10 പേർക്ക് പരിക്ക്. CP അഗ്രികൾച്ചർ ഫാം, CP ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ തരിശുഭൂമിയിൽ കൃഷി ഇറക്കലിന്റെയും ഹൈബ്രിഡ് പച്ചക്കറി തൈ നടീൽ ഉദ്ഘാടനവും 7-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് നടക്കും. ദേശീയപാത 66-ൽ കയ്പമംഗലത്തെ പ്രധാന ജംഗ്ഷനായ കൊപ്രക്കുളത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യത്തിലേക്ക്. ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.